നമസ്കാരം. ഇമ്മ്യൂണിറ്റി കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് പരമ്പരയിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ഫ്രെയിമുകൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനും അതിനുള്ളിലെ സ്പേസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ കളറും സ്ട്രോക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ തുടരുക. ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ IB കമ്പ്യൂട്ടിംഗ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രൈബസ് മലയാളം ട്യൂട്ടോറിയൽ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും ഓർഡർ ബൈ ഓർഡർ കാണാൻ വേണ്ടി കഴിയും. ഇത് നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പറിനെ കുറിച്ചും അതുപോലെ തന്നെ മാസ്റ്റർ പേജാണ്. നമ്മൾ ആദ്യം പോയിട്ട് ഓപ്പൺ റീസെൻ്റ്ലി ഞാൻ സ്ക്രൈബസ് ടെസ്റ്റ് എന്നുള്ള ഈ ഒരു test.sla എന്ന് പറയുന്ന ഫയൽ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേജ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാസ്റ്റർ പേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി 10 പേജുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേജ് നമ്പർ 1 മുതൽ 3 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ഏത് പേജിലേക്കും പോകാം. ഇവിടെ 10 ക്ലിക്ക് ചെയ്താൽ 10ാമത്തെ പേജിലേക്ക് പോകും, 1 ക്ലിക്ക് ചെയ്താൽ 1ാമത്തെ പേജിലേക്ക് പോകും. ഓക്കെ, പിന്നെ സൂം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറമെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യാവേ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്യാം. അത് ഞാൻ Z എന്നുള്ള കീ ഒക്കെ കഴിഞ്ഞതിൽ പറഞ്ഞു തന്നിരുന്നു. Z മാത്രമല്ല Ctrl+ഉം Ctrl- അടക്കം പലതും പറഞ്ഞിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പല പല ടെക്നിക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് വർക്ക് വളരെ പെട്ടെന്ന് നടക്കാൻ പറ്റുള്ളൂ. ഇനി പേജ് ആഡ് ചെയ്യും. അപ്പോൾ 10 പേജാണ് അതിനകത്തുള്ളത്. ഇനി പേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേജിൽ പോകുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ എൻഡിൽ വേണമെങ്കിൽ 10 പേജ് കൊടുത്ത് 20 പേജ് ടോട്ടലാവും. ഇനി എൻഡ് അല്ലാണ്ട് ആഫ്റ്റർ പേജ് പറഞ്ഞിട്ട് ഇപ്പോൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് കൊടുത്ത് 2 അല്ലെങ്കിൽ 3 കൊടുത്ത് 3ാമത്തെ പേജിന് ശേഷം 10 പേജ് ക്രിയേറ്റ് ആവും. അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് ബ്ലാങ്ക് ആയിട്ട് എവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പോകില്ല. അപ്പോൾ ഞാൻ 10 പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ പേജുകളുടെ എണ്ണം എന്തായി മാറി? 20 പേജായി മാറി. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ 20 പേജ് നമുക്കിവിടെ കിട്ടും. 20 പേജായി മാറി. ഓക്കെ, ഞാൻ ഇടയിൽ കൂടെ 10 പേജ് കയറ്റിക്കൊണ്ട് ഈ പേജ് അവസാനത്തേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ ചെയ്യാം. പേജ് നമ്പറും മാസ്റ്റർ പേജും ഒരേ സ്ഥലത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയിട്ട് അങ്ങനെ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ പേജിൽ പേജ് നമ്പർ വരുത്തണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് Alt Ctrl Shift P അടിച്ചാൽ അവിടെ പേജ് നമ്പർ വരും. ആൾട്ടും കൺട്രോളും ഷിഫ്റ്റും P അടിച്ചാൽ അവിടെ പേജ് നമ്പർ വരും. ഇതിന് ഓരോന്നിലും പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലും വരും. ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് Alt Ctrl Shift P അമർത്തി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പേജ് നമ്പർ വരും. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഓരോന്നിനും ചെയ്യാൻ. അതിൻ്റെ പകരമാണ് നമ്മൾ മാസ്റ്റർ പേജ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് Alt Ctrl Shift Pക്ക് പകരം മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോകുന്നു, ക്യാരക്ടറിൽ പോകുന്നു, പേജ് നമ്പർ കൊടുക്കുന്നു. കണ്ടില്ലേ? അതാണ് Alt Ctrl Shift P എന്നുള്ള ഒരു ഷോർട്ട് കീയിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കളയട്ടെ. നമുക്ക് നേരെ മാസ്റ്റർ പേജിലേക്ക് പോകാം. മാസ്റ്റർ പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എഡിറ്റിൽ പോകുന്നു, മാസ്റ്റർ പേജസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് കാണാം നോർമൽ ലെഫ്റ്റും കാണാം, നോർമൽ റൈറ്റും കാണാം. കാരണം ഇതൊരു സിംഗിൾ സൈഡുള്ള ഡബിൾ സൈഡ് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് നോർമൽ ലെഫ്റ്റിനൊരു അലൈൻമെൻറ്റും റൈറ്റിനൊരു സെറ്റിങ്സും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സിംഗിൾ പേജാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സാധനം കിട്ടുള്ളൂ. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ എഡിറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ മാസ്റ്റർ പേജിന് കിറ്റ് ചെയ്യുക. ഞാൻ പുതിയ ഫയൽ Ctrl അടിച്ച പുതിയ ഫയൽ ഉണ്ടാക്കുന്നു. സിംഗിൾ പേജ് ഉണ്ടാക്കുന്നു, ഫേസിങ് അല്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെന്നിട്ട് എഡിറ്റിൽ സ്റ്റൈൽസ് അല്ല, എഡിറ്റിൽ മാസ്റ്റർ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും നോർമൽ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ കാണൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ മാസ്റ്റർ പേജുകളോട് ഉണ്ടാക്കിയിടാം കേട്ടോ. മാസ്റ്റർ പേജ് പുതിയത് ഉണ്ടാക്കിയിടാം. അതിന് നമുക്ക് വേണമെങ്കിൽ ചില പേജിന് മാത്രമായിട്ട് അസൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാണിച്ചിടാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഇത് ഞാൻ ഒഴിവാക്കുന്നു. Ctrl W ക്ലിക്ക് ചെയ്യുന്നു, ഡിസ്കാർഡ് അടിച്ചിട്ട് ആ പേജ് കളയും. അപ്പോൾ ഞാൻ മാസ്റ്റർ പേജിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ മാസ്റ്റർ പേജിലെത്തി. അപ്പോൾ ഞാൻ റൈറ്റ് മാസ്റ്റർ പേജാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലതുവശത്ത് കാണുന്ന മാസ്റ്റർ പേജ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഒരു പുസ്തകത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ പേര് എന്താണ്, പുസ്തകത്തിൻ്റെ പേര് അതവിടെ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഞാൻ അവിടെ തൽക്കാലം സ്ക്രൈബസ് ട്യൂട്ടോറിയൽ കൊടുക്കുന്നു. ഇങ്ങനൊരു പേര് നമ്മുടെ കൊടുക്കുന്നു. IB തെറ്റുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു പേര് കൊടുക്കുന്നു. ഇവിടെ ഞാൻ പേജ് നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, Alt Ctrl Shift P അമർത്തുന്നു. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ Alt Ctrl Shift P അമർത്തുമ്പോൾ ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ലിനക്സ് ആണെങ്കിൽ ഇവിടെ ഇന്ത്യ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം മാറ്റാൻ വേണ്ടി Alt Shift, വിൻഡോസിലാണെങ്കിലും ശരി Alt Shift നിങ്ങൾ കീബോർഡ് ലേഔട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ കീബോർഡ് ലേഔട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇത് മാറുന്നില്ല.
അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് ലേഔട്ട് ആൾട്ട് ഷിഫ്റ്റ് നിന്ന് വേറെ എന്തിലേക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഡബിൾ കൺട്രോൾ, റൈറ്റ് കൺട്രോൾ ലെഫ്റ്റ് കൺട്രോൾ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ കീബോർഡ് മാറുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ US കിടക്കുന്നത്. അപ്പോൾ ഞാൻ 2 കൺട്രോളും കൂടി ഒരുമിച്ച് അമർത്തുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷായി, ഈ മലയാളമായി. 2 കൺട്രോൾ ഒരുമിച്ച് അമർത്തുമ്പോൾ അത് US ആയി. ആർക്ക് വേണമെങ്കിലും അത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഓൾട്ട് ഷിഫ്റ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ആൾട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് P വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് സ്വിച്ചിങ് എന്നത് ഓൾട്ട് ഷിഫ്റ്റ് നിന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റിൽ പോയിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ക്യാരക്ടറിൽ പോയിട്ട് പേജ് നമ്പർ സെലക്ട് ചെയ്താൽ അവിടെ വരും. ഓക്കെ, ഇപ്പോൾ പേജ് നമ്പർ നമ്മളിവിടെ വന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്കൊരു വെറൈറ്റിക്ക് ഒരു വരയൊക്കെ വേണമെങ്കിൽ, പടിയിലൊരു വര വേണമെങ്കിൽ അങ്ങനെ കൊടുത്തിടാം. ഈ വര വരക്കുമ്പോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാൻ പറ്റും. ഓക്കെ, ഇനി നോർമൽ ലെഫ്റ്റിൽ ഞാൻ ഇതേപോലെ ഇവിടെയാണ്. ഇവിടെ സാധാരണ ഓരോ പുസ്തകത്തിന് ഒരു രീതി ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ, പുസ്തകത്തിൻ്റെ പേര് അവിടെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഞാൻ തൽക്കാലം ചാപ്റ്റർ അതിന് കൊടുക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1-ന് ചാപ്റ്റർ 2-നൊക്കെ വേറെ മാസ്റ്റർ പേജ് ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെ തൽക്കാലം ഇവിടെയും സ്ക്രൈബസ് ട്യൂട്ടോറിയൽ തന്നെ കൊടുക്കാം. പേജ് നമ്പറും കൊടുക്കണ്ടേ. ക്ലിക്ക് ചെയ്യുന്നു, ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് P അമർത്തുന്നു, പേജ് നമ്പർ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ഞാൻ വര കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻഡ് എഡിറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എല്ലാ പേജിലും എന്തുണ്ട്, മോൾ ഭാഗത്തുള്ള സ്ക്രൈബസ് ട്യൂട്ടോറിയൽ IB കമ്പ്യൂട്ടിംഗ് എന്നുള്ളതുണ്ട്. താഴെ വന്നാൽ പേജ് നമ്പറുണ്ട്. ഇപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂ ആൾട്ട് കൺട്രോൾ P അടിച്ച് നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. കണ്ടില്ലേ, ഈ വരയും വന്നിട്ടുണ്ട് എല്ലാ പേജിലും. ലെഫ്റ്റിൽ വരില്ല, കാരണം ലെഫ്റ്റ് മാസ്റ്ററിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, ലെഫ്റ്റ് മാസ്റ്ററിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, വര കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ പേജിലും നിങ്ങൾക്ക് പേജ് നമ്പറും മുകളിൽ സ്ക്രൈബസ് ട്യൂട്ടോറിയൽ എന്നുള്ള സംഗതിയും കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് മാസ്റ്റർ പേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ പേജും പേജ് നമ്പറും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ആൾട്ട് കൺട്രോൾ P അടുത്ത് നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി മാസ്റ്റർ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിവിടെ മാസ്റ്റർ പേജ് ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കിതൊന്നുമല്ല, പുതിയൊരു മാസ്റ്റർ പേജ് ഉണ്ടാക്കണം. ന്യൂ മാസ്റ്റർ പേജ് എന്നുള്ളത് ഞാൻ IB മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് ഇതുവരെ കൊടുക്കാം കേട്ടോ. ഈ IB മാസ്റ്ററിൽ ഞാനിവിടെ പേജ് നമ്പർ എന്ത് ചെയ്യുന്നു, ഒരു വെറൈറ്റിക്ക് ഇവിടെ കൊടുക്കുന്നു. എവിടെ വേണം കൊടുക്കാമല്ലോ, നിയമമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഇവിടെ എന്തെങ്കിലും വേറെ നോർമൽ ഇതൊന്ന് വേറെ വേണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പുതിയൊരു മാസ്റ്റർ പേജ് ഉണ്ടാക്കുന്നത്. IB മാസ്റ്റർ ഞാൻ അങ്ങനെ സാധനം ഉണ്ടാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ പറയുന്ന ഈ പേജ്, ഇത് എത്രാമത്തെ പേജാണ്, പേജ് നമ്പർ 3ക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഒന്നുമില്ല, പേജിൽ പോകുന്നു, അപ്ലൈ മാസ്റ്റർ പേജിന് കൊടുക്കുന്നു, കറണ്ട് പേജ് കൊടുക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് IB മാസ്റ്റർ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്തായി മാറി, ഇവിടെ എനിക്ക് ആ മാസ്റ്റർ പേജായി മാറി. ഓക്കെ, ബാക്കിയുള്ള പേജൊന്നും മാറിയിട്ടില്ല. അങ്ങനെ ഇൻഡിവിജ്വലി പേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇവിടെ പോയിട്ട് പേജിൽ പോയിട്ട് അപ്ലൈ മാസ്റ്റർ പേജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവൻ പേജസിന് മാത്രം കൊടുക്കാം, ഓഡ് പേജസിന് മാത്രം കൊടുക്കാം. അപ്പോൾ ഇവൻ പേജസിന് പ്രത്യേക രീതി, ഓഡ് പേജിന് വേറെ പ്രത്യേക രീതിയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര മുതൽ ഇത്ര പേജ് വരെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മോൾ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ചാപ്റ്ററിന് ഇപ്പോൾ 5ാമത്തെ പേജ് തുടങ്ങി 20ാമത്തെ പേജിലാണ് ചാപ്റ്റർ അവസാനിക്കുന്നെങ്കിൽ പുതിയൊരു മാസ്റ്റർ പേജ് ഒരു ചാപ്റ്ററിന് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ പേര് ഇന്ന മുതൽ ഇന്നതുവരെ വരണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് മാസ്റ്റർ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാസ്റ്റർ പേജിൽ ഇത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് PDF ആക്കുന്ന കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ഫയലിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് PDF എന്ന് കൊടുത്താലാണ് നമുക്കിത് PDF ആക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ആദ്യം നമുക്കത് എന്ത് ചെയ്യും, പ്രീ ഫ്ലൈറ്റ് വെരിഫയർ എന്ന്, അതായത് നമ്മൾ പ്രീ ഫ്ലൈറ്റ് വെരിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം പറക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതുപോലെ ഇത് PDF ആക്കി എല്ലാം ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ എററുകളുണ്ടെന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ പേജ് 14 2 ഇഷ്യൂസ് ഉണ്ട്. അവർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടേക്ക് എത്തും. എന്താ, എംപ്റ്റി ടെക്സ്റ്റ് ഫ്രെയിം. ഇവിടെ എംപ്റ്റി ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ആണോ, ഇതൊരു എംപ്റ്റി ടെക്സ്റ്റ് ഫ്രെയിം, ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു എംപ്റ്റി ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട്. ഇവിടെ ഗ്ലിഫ് മിസ്സിങ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പലതും മിസ്സിങ് ഉണ്ട്. അതുപോലെ എംപ്റ്റി ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട്. പിന്നെ വേറെന്താ, ഇവിടെ ഗ്ലിഫ് മിസ്സിങ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്.
ഇവിടെ ടെക്സ്റ്റ് ഓവർഫ്ലോ ഉണ്ട് കേട്ടോ. ഈ ഇതിൽ ടെക്സ്റ്റ് ഓവർഫ്ലോ ഉണ്ട്. ഇവിടെ സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടെക്സ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എററൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ആ എററൊക്കെ ഇന്ന് ഫിക്സ് ചെയ്യാം. ഈ പ്രശ്നമില്ലാത്തതാണ് നമുക്ക് ഇഗ്നോർ എറേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹോം IB കമ്പ്യൂട്ടിംഗ് സ്ക്രൈബസ് എന്നുള്ള ഫോൾഡർ test1.pdf ആയിട്ട് അത് സേവ് ചെയ്യുന്നത്. നമുക്ക് ഓൾ പേജസ് കൊടുക്കും, ചൂസ് പേജസ്. ഇപ്പോൾ കുറച്ച് പേജ് മാത്രമേ ചൂസ് പേജസ്, ഞാൻ ഓൾ പേജസ് കൊടുക്കുന്നു. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് PDF 1.4, 1.5, X1A എന്നൊക്കെ ഒരു ഓപ്ഷൻ. 1.4 തന്നെ മതി, നമുക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു കമ്പാറ്റബിലിറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി റെസൊല്യൂഷൻ ഫോർ EPS ഗ്രാഫിക്സ് ഒക്കെ എത്ര റെസൊല്യൂഷൻ വേണമെന്നുള്ളതൊക്കെയാണ്. കംപ്രസ് ടെക്സ്റ്റ് ആൻഡ് വെക്ടർ ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റും വെക്ടറൊക്കെ കുറച്ച് കംപ്രസ്, അപ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഇമേജ് റെസൊല്യൂഷൻ, മാക്സിമം ഇമേജ് റെസൊല്യൂഷൻ വേണമെങ്കിൽ 300 dp കൊടുത്താൽ അത് 300 dpയിൽ കൂടുതൽ കൂടാതെ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പ്രിൻറ്റിങ്ങിനൊക്കെ ഒരു 300 dp ഒക്കെ ധാരാളമാണ്. ഈ പത്രമൊക്കെ ആണെങ്കിൽ 200 dp ഒക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിടാം. പിന്നെ ഫോൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എംബഡ് ഓർ സബ്സെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എംബഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ PDFനകത്ത് ഫോണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ PDFന്ന് ആ ഫോണ്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സ്ക്രൈബസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫോണ്ട് കോപ്പി ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വരുന്നില്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ എംബഡ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ എംബഡ് ആൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് പ്രസൻറ്റേഷനൊക്കെ ഇടാം. നമുക്കൊരു പ്രസൻറ്റേഷൻ പോലെ ഉപയോഗിക്കണമെങ്കിൽ ഓരോ പേജിനും ഓരോ എഫക്റ്റൊക്കെ കൊടുത്ത് പ്രസൻറ്റേഷനൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പ്രിൻറ്റിങ്ങിന് മാത്രമല്ല. പിന്നെ സിംഗിൾ പേജ് വേണോ, കണ്ടിന്യൂസ് പേജ് വേണോ, ലെഫ്റ്റ് പേജ്, അങ്ങനെ ഓപ്ഷൻ. സിംഗിൾ പേജ് ആയിട്ട് വേണമെങ്കിൽ ഇതങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് പേജ് ലെഫ്റ്റായിട്ട് നമുക്കിങ്ങനെ 2 പേജായിട്ട് കാണാവുന്ന രീതിയിലൊക്കെ PDF എടുക്കാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റിക്ക് വേണമെങ്കിൽ എൻക്രിപ്ഷൻ കൊടുത്തിട്ട് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യും. PDF ഉണ്ടാക്കുമ്പോൾ പാസ്വേഡുള്ള PDF കണ്ടിട്ടില്ലേ, അത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കളർലെസ് സ്ക്രീൻ വെബ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റർ സെലക്ട് ചെയ്യണം. പ്രിൻ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രിൻ്റർ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ പ്രിൻ്ററാണോ സ്ക്രീനാണോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പ്രിൻ്റർ കൊടുത്താൽ നമുക്ക് കൺവേർട്ട് സ്പോട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കളർ പ്രൊഫൈൽ ഉപയോഗിക്കണം, യൂസ് കളർ പ്രൊഫൈൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫോണ്ട് സബ്സെറ്റ് എംബഡ് ചെയ്തിട്ട് ഞാനൊരു PDF എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് എനിക്കിവിടെ അടിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ മൂലയ്ക്ക് പിടിച്ച് അങ്ങ് ചാർത്തി കൊടുത്താൽ എനിക്ക് സേവ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഓൾറെഡി ഉണ്ട്, അത് റീറൈറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ വരുന്നത് കാണാം. ഇനി ഞാൻ എൻ്റെ ഫയൽ മാനേജർ എടുത്തിട്ട് ആ ഫോൾഡറിലേക്ക് പോവാം. ഞാൻ സേവ് ചെയ്ത ഫോൾഡർ എന്ന് പറയുന്നത് IBC വിത്ത് സ്ക്രൈബസ് എന്നുള്ള ഫോൾഡറിലാണ്. അപ്പോൾ ഇവിടെ test.pdf ഞാൻ തുറക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ PDF ഉണ്ട്. നമുക്കിങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കിട്ടും. ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ലോഗ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇത് പക്ഷേ LibreOffice നിൽക്കുമ്പോൾ പ്രശ്നം വരില്ല. ഇതിനകത്ത് ഈ പ്രശ്നമുണ്ട്, അത് ഒരു മാറ്റേണ്ടതാണ്. അപ്പോൾ അത് മാറിയിട്ടില്ല. പക്ഷേ എന്നാലും നമുക്കിങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് എംബഡ് എന്നുള്ള ഓപ്ഷൻ. ഇങ്ങനെ എംബഡ് ചെയ്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജനയോഗത്തിൽ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടങ്ങേറാക്കിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നത്. കാരണം ചില പ്രസ്സുകളിൽ ഉപയോഗിക്കുന്നത് Windows XP ഒക്കെയാണ്. അതായത് Windows 7 പോലും അല്ല, Windows XP ഉപയോഗിക്കുന്ന ചില പ്രസ്സുകളുണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ Windows XPക്കകത്ത് യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ എംബഡ് ചെയ്ത ഫോണ്ടുള്ള PDF അവിടെ എടുക്കുമ്പോൾ അവർക്കത് പ്രിൻറ്റ് ചെയ്യുന്നതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല, എറർ വന്ന് പോവാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സ്ക്രൈബസിലുള്ള PDF പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല, സ്ക്രൈബസ് ഉള്ളതാണ് ഞങ്ങൾ പിന്നെ ഇൻഡിസൈനിലിട്ടിട്ട് അവിടുന്ന് PDF ആക്കി വീണ്ടും മാറ്റുകയാണ്, സ്ക്രൈബസ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വിമർശനങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. അവസാനം ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ടൊക്കെ ഇത് തന്നെ. അതായത് ഒരു പ്രസ്സിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ പ്രസ്സല്ല, ജനയുഗത്തിൻ്റെ പ്രസ്സല്ല, വേറെ ഒരു വലിയൊരു പത്രത്തിൻ്റെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ വിമർശനമായിട്ട് പേര് പറയുന്നില്ല, വലിയൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒരു പ്രസ്സാണ്. അവിടെ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. PDF എന്തോ കിട്ടും പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ 4 കളറൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സാധനം പ്രിൻറ്റിലേക്ക് വിടുക. ആ പരിപാടി നടക്കുന്നില്ല. കാരണം അവർ ഉപയോഗിക്കുന്നത് Windows XP ആണ്, അതിൽ യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് എന്താ വിഷയം നമുക്ക് മനസ്സിലാവുന്നില്ല. അവസാനം നേരിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരിട്ട് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ AnyDesk ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. AnyDesk ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി മാറി Windows XP. അപ്പോൾ തന്നെ മനസ്സിലായി അതിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പിന്നെ അവർ പ്രിൻ്റ് കൊടുക്കുന്ന ഓപ്ഷൻ കണ്ടു. അപ്പോൾ അതിൽ എറർ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഫോണ്ടിൻ്റെ എന്തോ വിഷയം, ഫോണ്ടിൻ്റെ പേരെന്തോ കാണിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ
എംബഡ് ചെയ്യാണ്ട് ഒരു PDF എടുത്ത് അയച്ചു കൊടുത്തു, അത് വർക്കായി. അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. അപ്പോൾ അതിന് ഏതെങ്കിലും നിങ്ങളിപ്പോൾ വെബിൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്ററിൽ നിന്ന് കൊണ്ടെടുക്കാനൊന്നും വിഷയമല്ല. നേരെ മറിച്ച് പ്രൊഫഷണൽ പ്രിൻറ്റിങ് സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത്, സേവ് ആസ് PDF കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫോൺസ് എന്നുള്ളതിൽ നമ്മൾ എംബഡ് മാറ്റിയിട്ട് ഔട്ട്ലൈൻ ഓൾ ഫോൺസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്, അതായത് PDF-ൻ്റെ. കാരണം എല്ലാ ഫോണ്ടും വരച്ച പോലെ എന്താക്കി മാറ്റും, SVG പോലെ ആക്കി മാറ്റും. അതായത് നമ്മൾ കർവ് ചെയ്യുക എന്നൊക്കെ പറയും, പാത്താക്കി മാറ്റും. ടെക്സ്റ്റിൻ്റെ ഇൻഫർമേഷൻ എന്ന് പോയിട്ട് പാത്ത് ഇൻഫർമേഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കും ഫോണ്ട് മിസ്സിംഗ് ഒന്നും വരില്ല. ഇനി ഞാൻ സേവ് അടിക്കുന്നു, വീണ്ടും അത് ഓവർ റൈറ്റ് ചെയ്യുന്നു. ഇനി അവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ test.pdf ഉണ്ട്. വീണ്ടും ഞാൻ തുറക്കുന്നു. എന്നാ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ കിട്ടില്ല. അങ്ങനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് പ്രിൻറ്റിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കും. കാരണം ഇതിൽ നമുക്ക് ഫോണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവില്ല, എംബഡ് ചെയ്താൽ മാത്രമേ ഫോണ്ട് ഇൻഫർമേഷൻ ഉള്ളൂ. ഇപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാൻ എന്ത് വിചാരിച്ചാലും കിട്ടില്ല. പ്രിൻറ്റിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയും ഇല്ല, ക്ലാരിറ്റിയിലും വിഷയം ഉണ്ടാവില്ല, നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് ഇത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ വീട്ടിൽ 700 പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷേ പിന്നീട് വരുമ്പോൾ അത് 300 പിന്നെ 200 പിന്നെ 100 100-ൽ താഴെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരാളെങ്കിലും കാണുള്ളൂ വെച്ചാൽ അത് അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എങ്കിലും കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നന്നായി എഫേർട്ട് എടുത്തിട്ടാണ് സാധനം ചെയ്യുന്നത്. പല സ്ക്രീൻ റെക്കോർഡ് ഇടയ്ക്ക് നിർത്തേണ്ടി വരുന്നുണ്ട്, വീണ്ടും ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കുറേ ഇടങ്ങാറായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സംഗതി എല്ലാവർക്കും എത്തിക്കണം എന്നൊന്നും കൂടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.